ഹായ് ഓൾ, ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒരു 26,000 ക്ലോസ് ചെയ്തു അല്ലേ. ക്ലോസ് ചെയ്ത് പോയതിനു ശേഷം എന്താ 26,100 പോയിട്ട് 2-3 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തു. മൂന്നാമത്തെ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അവിടെ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ എല്ലാവരും ഇറങ്ങിയത്. കാരണം ലെവലുകൾ പറയാതെ കുറച്ച് ദിവസമായി. എന്താ വെച്ചാൽ കുറച്ച് ബിസി ആയിപ്പോയി, പേഴ്സണലായ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ബിസി ആയിപ്പോയി. അവിടെ ലെവലുകളൊന്നും പറയാതിരുന്നത്, വീഡിയോസ് ഇടാൻ സമയം കിട്ടിയിട്ടില്ല. എന്തായാലും നാളത്തെ കുറച്ച് ലെവലുകൾ പറഞ്ഞുതരാം, പ്രധാനപ്പെട്ട ലെവലുകൾ. ഞാനെടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് വെച്ചെങ്കിൽ 26,000 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ 26,100 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കും. ഓക്കെ, അതിന് താഴെ സപ്പോർട്ടായിട്ട് 2 സപ്പോർട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. 25,780 മുതൽ 25,800 വരെ. പിന്നെ താഴത്ത് 25,630 മുതൽ 25,600 വരെ. ഇത് രണ്ടുമാണ് സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് റിവേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ സി സൈഡിലേക്ക് ബൈ ചെയ്യും. അല്ല, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ചെറിയൊരു അപ്പ് സൈഡിലേക്ക് പോയതിന് ശേഷം 26,000 ഒരു റിവേഴ്സിൽ കാണിച്ചു കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്, അതിനൊക്കെ ഒരു 200 പോയിന്റിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ ലെവലുകൾ വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ എങ്കിലും മാത്രമേ നാളെ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഗ്യാപ്പ് എന്തായാലും വെച്ചേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ ട്രേഡ് കിട്ടാൻ വളരെയധികം സാധ്യത കുറവാണ്. കുറച്ച് ഫേക്ക് ട്രേഡൊക്കെ ഉണ്ടായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ട ലെവലായിട്ട് 25,800 മുതൽ 25,780 വരെ ഒരു ലെവൽ എടുക്കാം. 26,000 ഒരു ലെവൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് വരുന്നത് അതും ഇതുപോലെ തന്നെ 58,600 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. അതിന് താഴെ വരുന്നത് 58,300 ഒരു റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ടായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 57,800 57,800 ഒരു സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിൽ നല്ലൊരു ഫാൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു 58,300 വരെയുള്ള ട്രേഡ് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ 3 ലെവലുകൾ നോക്കിയിട്ടായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുക. ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂ ഒക്കെ ഏകദേശം സോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഏകദേശം 16% താരിഫ് റേറ്റ് കുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു റാലിയും കൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റിന്. ഏതായാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് റാലി ചെയ്യുന്നത്. അത് എങ്ങോട്ടായിരിക്കും മൂവ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ ഇതെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമുക്ക് എന്തായാലും ഈ ലെവലുകൾ നോക്കിയിട്ട് തന്നെ ട്രേഡുകൾ എടുക്കാം. ഓക്കെ.